Hello friends, welcome back to my channel. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അറബിക് ഡെസേർട്ടായ അലിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. ഇത് സാധാരണ ഉണ്ടാക്കിയെടുക്കുന്നത് പഫ് പാസ്ട്രി വെച്ചിട്ടോ അല്ലെങ്കിൽ ക്രോസന്റ് വെച്ചിട്ടോ ഒക്കെയാണ്. ഞാനിന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 ബ്രെഡിൻ്റെ സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ അതിൻ്റെ സൈഡൊന്നും കളയുന്നില്ല, അല്ലാതെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. നിങ്ങളുടെ കയ്യിൽ പഫ് പാസ്ട്രി ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ആദ്യം ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ പുഡിംഗായിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ക്രോസൻറ്റും ഇതുപോലെ ചെയ്യാം. ക്രോസൻറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ പകുതി ബ്രെഡ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കി പകുതി ബ്രെഡും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 6 ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസിൻ്റെ ബേക്കിംഗ് ട്രേ ആണ്. ഇതിലാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓവനിൽ വെക്കാൻ പറ്റുന്ന ഒരു ഡിഷ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് സ്ലൈസസിൻ്റെ പകുതി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ലെയറായിട്ട് പകുതി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഒരേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ ബ്രെഡ് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സും റൈസിൻസും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോൾഡൻ റൈസിൻസ് ആണ്. അത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബദാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് പിസ്ത അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് ഇതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസസും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ഡിഷിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡിൻ്റെ അളവൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മിൽക്ക് മിക്സ്ചർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് സമയത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് 2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫുൾ ക്രീം മിൽക്കാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു ലോ ഹീറ്റിൽ ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ഈ പാല് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മിൽക്ക് മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടോടെ തന്നെ ആ ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടാലറിയാം നല്ലതുപോലെ ബ്രെഡ് ഈ പാലിലൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബ്രെഡിൻ്റെ സ്ലൈസസ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ പാലും അതുപോലെ തന്നെ കൂടുതൽ എടുക്കണം. ഇനി നമുക്കിത് കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റത്തേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം.
ഇനി നമുക്കിതിൻ്റെ ടോപ്പിൽ ചെയ്യാനുള്ള ക്രീം റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വിപ്പ് ചെയ്തെടുത്ത ക്രീമാണ്. അതായത് 1/2 കപ്പ് വിപ്പ് ചെയ്തെടുത്ത ക്രീമുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തിക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമാണ് കയ്യിലുള്ളെങ്കിൽ അത് ചേർത്താലും മതി. അതും 1/2 കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ വിപ്ഡ് ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ 1 കപ്പ് തിക്ക് ക്രീം എടുത്താലും മതിയാകും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ ബ്രെഡിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. 180 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീ ഹീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ക്രീം എല്ലായിടത്തും നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ ഒരു 20 മിനിറ്റ് നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെയാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഗോൾഡൻ കളർ ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ ടോപ്പ് റോഡൊന്ന് ഓണാക്കി വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ബ്രോയിൽ ചെയ്താൽ മതിയാകും. ഇപ്പോൾ ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സും റൈസിൻസും ഒക്കെ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിനി ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷവും സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെറിയ ചൂടോടുകൂടി സെർവ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.